ഹലോ മാഷെ, അതെ ഫ്രീ ആണോ? കുറച്ച് സംസാരിക്കാമോ? ഇനിയിപ്പോ അഥവാ ഫ്രീ അല്ലെങ്കിലും എന്റെ സഹോദരിക്ക് വേണ്ടി കുറച്ച് സമയം ഞാൻ മാറ്റിവെക്കാം. ആ പറ മീര, എന്താ കാര്യം? എനിക്ക് വേണ്ടിയല്ല, മറ്റൊരാളുടെ ഫാമിലി പ്രോബ്ലം. അതിൽ നമ്മളൊന്ന് ഇടപെടണം മാഷെ. കാര്യം എന്താ മീര? സംഭവം നമ്മുടെ ദേവികയുടെ കുടുംബ പ്രശ്ന. എന്താ? ദേവികയുടെ ഭർത്താവിന്റെ അമ്മയെ കൊണ്ട് ദേവികയ്ക്ക് ജീവിക്കാൻ വയ്യെന്നായി. എന്ന് വെച്ചാ പ്രഭാവതി മേഡത്തെ കൊണ്ട് ജീവിക്കാൻ വയ്യ. ഭർത്താവിന് ദേവികയെ ഭയങ്കര ഇഷ്ടാ. പക്ഷെ ഭർത്താവിന്റെ അമ്മയ്ക്ക് കണ്ണെടുത്താ കണ്ടൂടാ. ചെറിയ കാര്യം മതി വഴക്കുണ്ടാക്കാൻ. ഭർത്താവിന്റെ അച്ഛൻ ഒരു നല്ല മാന്യനായിരിക്കും അല്ലേ? അതെ. ഗിരീഷ് മാഷിനറിയോ ഭർത്താവിന്റെ അച്ഛനെ? അല്ല, ഞാൻ ഊഹിച്ചതാ. എന്നിട്ടെന്താ, ദേവികയുടെ അമ്മായി അമ്മയ്ക്ക് ഒരു പൂതി. ദേവികയുടെ ഭർത്താവിനെ ബന്ധുവിന്റെ മകളെ കൊണ്ട് കെട്ടിക്കണമെന്ന്. അവളെ അതേ വീട്ടിൽ തന്നെ പിടിച്ച് നിർത്തിയേക്കുവാ. കഷ്ടം. ആ കുട്ടിക്ക് അറിയാൻ പാടില്ലായിരിക്കും അല്ലേ ദേവികയെ കല്യാണം കഴിച്ചിട്ടുള്ള കാര്യം? അതെ അതെ, ഗിരീഷ് മാഷിന് ഊഹിക്കാൻ പറ്റുന്നുണ്ടല്ലേ? പാവം മീരേ, നിന്റെ കഥയല്ലേ ഈ പറയുന്നത്? ഹലോ മാഷേ. അല്ല, ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിച്ചതാ. മനുഷ്യാവകാശ കമ്മീഷൻ അല്ലെങ്കിൽ വനിതാ കമ്മീഷൻ, അങ്ങനെ എവിടെയെങ്കിലും നമുക്കൊന്ന് മൂവ് ചെയ്താലോ? ചെയ്യാം മീര. അതിരിക്കട്ടെ, മീര എങ്ങനെ ഇതൊക്കെ അറിഞ്ഞത്? ഇന്നലെ നന്ദനും ദേവികയും കൂടെ ഒരേ ഡിസ്കഷൻ. എന്താണെന്നറിയാൻ അടുത്ത് ചെന്നപ്പോഴാ ഈ വിവരമൊക്കെ കിട്ടിയത്. ഓ, ഒരു കേസ് കൊടുത്താ ആ അമ്മായിയമ്മയെ അകത്താക്കാനുള്ള വകുപ്പില്ലേ? അതിനിപ്പോ കേസ് തന്നെ കൊടുക്കണമെന്നില്ല. ആ വീട്ടിലുള്ള ഒരു ആത്മാർത്ഥമായിട്ട് വിചാരിച്ചാലും മതി. അതിനേക്കാൾ നല്ലതേ കേസാ. കേസ് വന്നാലേ ഇതൊക്കെ ചർച്ചയാവും. നമ്മളൊന്ന് ഉത്സാഹിക്കണം മാഷെ. ദേവിക ആ അമ്മായിയമ്മയിൽ നിന്ന് രക്ഷിക്കണം. എന്നിട്ട് മുറപ്പെണ്ണിനെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം. അതെ മീര, ഏറ്റവും നല്ല ആശയമാ മീര പറഞ്ഞത്. ഞാനും മീരയുടെ കൂടെ തന്നെ. മാഷ് കൂടെ തന്നെ ഉണ്ടെങ്കിൽ മിഷൻ സക്സസ്. ഞാൻ വിളിക്കാം മാഷെ. ഓക്കെ. ഇങ്ങനെയുണ്ടോ സ്ത്രീകള്? എന്താ മോളെ? അല്ല, ആ ദേവികയുടെ ഭർത്താവിന്റെ അമ്മയുടെ ഒരു കാര്യേ ദേവികയ്ക്ക് ഒരു സ്വസ്ഥതയും കൊടുക്കുന്നില്ല സ്ത്രീ. പാവം ദേവിക, നല്ല വിഷമമുണ്ട്. ഞാനിപ്പോ ഇത് ഗിരീഷ് മാഷിനോട് പറയായിരുന്നു. ദേവികയുടെ അമ്മായിയമ്മയ്ക്കെതിരെ വല്ല വനിതാ കമ്മീഷനിലും പരാതി കൊടുക്കണമെന്ന്. ഇല്ലെങ്കിൽ അവർ പല്ലടിച്ച് താഴെ ഇടണമെന്ന്. ഇപ്പൊ ഏതോ കാശുകാരിയെ കൊണ്ട് വീട്ടിൽ നിർത്തിയേക്കുവാ. ദേവികയെ മാറ്റിയിട്ട് ആ സ്ഥാനം ഈ കാശുകാരി പെണ്ണിന് കൊടുക്കാൻ. ഇത് ശരിയാണോ ആന്റി? ആന്റി പറ. മോളെ, ഒരു ഭാഗം കേട്ട് നമ്മളൊരു നിഗമനത്തിലേക്ക് എത്തരുത്. അവളുടെ അമ്മായിയോട് ചോദിക്കണം. എന്നിട്ട് രണ്ടുപേരും പറയുന്നത് വെച്ചിട്ട് തീരുമാനിക്കണം ആരുടെ ഭാഗമാണ് ശരിയെന്ന്. ഓ, ആന്റി അപ്പോ ദേവികയുടെ അമ്മായിയമ്മയുടെ ഭാഗത്ത് നിന്നാ പറയുന്നേ? ഞാൻ ശരിയായിട്ടുള്ള കാര്യമാ പറയുന്നത്, പക്ഷം പിടിച്ചല്ല സംസാരിക്കുന്നത്. എന്തായാലും ശരി. പൊതുവെ ഈ അമ്മായിയമ്മമാരെ കുറിച്ച് എല്ലാരും പറയുന്നത് ശരിയാണെന്ന് തോന്നുന്നു. മോന്റെ ഭാര്യയോട് ചുമ്മാ ഒരു ദേഷ്യം തോന്നും. ഞാൻ ചോദിക്കട്ടെ, നന്ദൻ താലി കെട്ടിയ പെണ്ണാ നീ എന്നുവച്ചാ നന്ദന്റെ ഭാര്യ. നിന്റെ അമ്മായിയമ്മ ഞാൻ. നിന്നോട് ഞാൻ ദേഷ്യം കാണിച്ചിട്ടുണ്ടോ? കൂടുതൽ സ്നേഹം കാണിച്ചിട്ടല്ലേ ഉള്ളൂ. അത് സത്യം. ആന്റി, ദേവികയുടെ കാര്യത്തിന് എന്റെ കൂടെ നിൽക്കണം. ദേവികയുടെ വീട്ടിൽ നമുക്കൊന്ന് പോണം. എന്നിട്ട് ഭർത്താവിനോട് ചോദിക്കണം, അമ്മയെ പേടിച്ച് ഇങ്ങനെ കഴിയാൻ നാണമുണ്ടോന്ന്. മീര, എന്താ ആന്റി? ഒന്നുമില്ല. നമ്മളായിട്ട് വെറുതെ വഴക്കൊന്നും ഉണ്ടാക്കണ്ട എന്ന് പറയായിരുന്നു. ഞാൻ പേടിച്ചുപോയി. ഞാൻ കരുതി ആന്റിക്ക് പരിചയമുള്ള ആരുമാണ് ദേവികയുടെ അമ്മായിയമ്മന്ന്. ശരി ആന്റി.